സാർ, സംസ്ഥാനത്ത് DSR പുതുക്കി നിശ്ചയിക്കുന്നു. സാർ, പൊതുമരാമത്ത് വകുപ്പിൻ്റെ റേറ്റുകൾ 2018 DSRൽ നിന്നും 2021 ഷെഡ്യൂളിലേക്ക് അടിയന്തരമായിട്ട് പുതുക്കി നിശ്ചയിക്കും എന്നുള്ളത് ഇവിടെ അറിയിക്കുകയാണ്. സാർ, ശബരിമല റോഡ് പദ്ധതി കണ്ണൂർ, കോഴിക്കോട്, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം എന്നീ 5 നഗരങ്ങളിലെ പ്രധാനപ്പെട്ട പദ്ധതി. അത് കിഫ്ബി സഹായത്തോടെ 48 പദ്ധതികൾക്കായി 5207.43 കോടി രൂപയുടെ അനുമതി ലഭ്യമാക്കി ഓരോ ഘട്ടമായി വികസിച്ച് വരികയാണ്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ വായിക്കുന്നില്ല, വായിച്ചായിട്ട് കണക്കാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സാർ, പൊതുമരാമത്ത് വകുപ്പിലെ പാലങ്ങളുടെ വളരെ ഡീറ്റെയിൽസ് ഉണ്ട്. സംസ്ഥാനത്ത് ദേശീയപാതകൾക്കായിട്ട് 508.5 കോടി രൂപയ്ക്ക് 403 കിലോമീറ്റർ ദൈർഘ്യമുള്ള 30 റോഡുകൾ മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനം നടക്കുന്നുണ്ട്. റോഡ് ഗതാഗത മേഖലയ്ക്ക് 198.84 കോടി രൂപ വകയിരുത്തുന്നു. ഇത് അതുപോലെ അടുത്തത് KSRTC ആണ്. സാർ, KSRTCക്ക് 2011-16 കാലയളവിൽ KSRTCക്ക് 1220.82 കോടി രൂപയാണ് അനുവദിച്ചെങ്കിൽ ഒന്നാം പിണറായി സർക്കാർ 2016-21 കാലയളവിൽ 4223.58 കോടി രൂപ അനുവദിച്ചു. അതായത് 4 ഇരട്ടി കൂടുതൽ അനുവദിച്ചു. തുടർഭരണം കിട്ടി ഈ സർക്കാർ ഭരണത്തിലേറി നാളിതുവരെ 6864.22 കോടി രൂപ KSRTCക്ക് അനുവദിച്ച് നൽകിയിട്ടുണ്ട്. ഇത് 2011-16 കാലയളവിനേക്കാൾ 5.6 മടങ്ങും 2016-21 കാലയളവിനേക്കാൾ 1.4 മടങ്ങും അധികമാണ്. 2016 കാലയളവ് മുതൽ KSRTCക്ക് 11,787.8 കോടി രൂപയാണ് ഈ രണ്ട് LDF സർക്കാരുകളുടെ കാലയളവിൽ നൽകിയിട്ടുള്ളത്. സാർ, KSRTCക്ക് അടിസ്ഥാന സൗകര്യ വികസനം, ഡിപ്പോകളും വർക്ക്ഷോപ്പുകളുടെ ആധുനികവൽക്കരണം, ഗവേണൻസ് പ്രവർത്തനങ്ങൾ തുടങ്ങിയ വികസന പദ്ധതിക്കായിട്ട് ഈ സർക്കാരിൻ്റെ കാലയളവിൽ 178.96 കോടി വെച്ചിട്ടുണ്ട്. സാർ, 2024 ആരംഭത്തിലുണ്ടായിരുന്ന ദിവസേനയുള്ള ഓഫ് റോഡ് ബസ്സുകളുടെ എണ്ണം 900-ൽ നിന്നും 500-ൽ താഴെയാക്കി കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സാർ, പഴയ ബസ്സുകൾക്ക് പകരം ആധുനിക ഡീസൽ BS6 ബസ്സുകൾ വാങ്ങുന്നതിനായി 107 കോടി രൂപ വകയിരുത്തുന്നു KSRTCക്ക്. സാർ, ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് ചെറുതോണിയിൽ KSRTC ഡിപ്പോ പ്രവർത്തനക്ഷമമാക്കി ബസ് സർവീസ് ആരംഭിക്കുന്നതിന് ഈ വർഷം തന്നെ ആരംഭിക്കും. അതിനാവശ്യമായിട്ടുള്ള തുക വകയിരുത്തിയിട്ടുണ്ട്. സമയത്തിൻ്റെ ഇനിയും സാർ, ഹൈഡ്രജൻ ഇന്ധന വാഹനങ്ങൾ പൈലറ്റ് ചെയ്യുന്നതിനും ഇലക്ട്രിക് വാഹനങ്ങളെ ജനപ്രിയമാക്കുന്നതിനും ഹരിത ഗതാഗത സംരംഭങ്ങൾ നിറവേറ്റുന്നതിനും പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി മൊബിലിറ്റി പ്രൊമോഷൻ ഫണ്ടിന് 8.56 കോടി രൂപ വകയിരുത്തുന്നു. പാലക്കാട് ചിറ്റൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് 2 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ഉൾനാടൻ ജലഗതാഗത വികസനത്തിനായി 133.02 കോടി രൂപ വകയിരുത്തുന്നു. ഇന്ധനക്ഷമതയുള്ള ബോട്ടുകൾ വാങ്ങുന്നതിനും കടത്ത് സർവീസുകൾ വിപുലീകരിക്കുന്നതിനായി 25.11 കോടി രൂപ വകയിരുത്തുന്നു. തീരദേശ ഉദ്ഘാടന നാവിഗേഷൻ വകുപ്പിലെ പ്രവർത്തനങ്ങൾക്കായി 95.27 കോടി രൂപ വകയിരുത്തുന്നു. കണ്ണൂർ വിമാനത്താവളം സാർ, ഭൂമി ഏറ്റെടുക്കുന്നതിനുൾപ്പെടെ കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഈ സർക്കാർ അധികാരത്തിലെത്തിയതിന് ശേഷം 526.63 കോടി രൂപ ധനസഹായം നൽകിയിട്ടുണ്ട്. 2025-26 കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കായി 75.51 കോടി രൂപയുടെ ചെലവ് പ്രതീക്ഷിക്കുന്നു. സാർ, 25-26 സാമ്പത്തിക വർഷം കൊച്ചി മെട്രോയ്ക്ക് 289 കോടി രൂപ ലഭ്യമാക്കുന്നതാണ്. കൊച്ചി മെട്രോ ഫേസ് 2 പദ്ധതി തയ്യാറാക്കുന്നതിന് നടപടി സ്വീകരിച്ചു വരുന്നു. കൊച്ചിയിലെ സംയോജിത ജലഗതാഗതത്തിൻ്റെ EAP ഘടകമായ 159.60 കോടി രൂപ വകയിരുത്തുന്നു. സാർ, അടിയന്തര സാഹചര്യങ്ങൾ നേടുന്നതിനും വിനോദസഞ്ചാരത്തിനുമായിട്ടുള്ള ഹെലിപ്പാഡുകളും വികസിപ്പിക്കുന്നതിന് 10 കോടി രൂപ വെക്കുന്നു. അതിൻ്റെ എക്സ്റ്റൻഷൻ വിനോദസഞ്ചാരം ടൂറിസം വരുമാനത്തിൻ്റെ കാര്യത്തിൽ കേരളം കോവിഡിന് മുമ്പുള്ളതിൽ തുല്യമായ നിലയിലെത്തി. സാർ, 2023-ൽ 43,647 കോടി രൂപയാണ് ടൂറിസം മേഖലയിലെ വരുമാനം. ടൂറിസം മേഖലയ്ക്ക് ആകെ 385.02 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻ വർഷത്തേക്കാൾ 33.6 കോടി രൂപ അധികമാണ്. KTDCക്ക് 13 കോടി രൂപ സാർ അനുവദിക്കുന്നു. സാർ, ഡൽഹി മുംബൈ മാതൃകയിൽ ഹൈദരാബാദിൽ കേരള ഹൗസ് സ്ഥാപിക്കുന്നതിന് പ്രാഥമികമായിട്ട് 5 കോടി രൂപ വകയിരുത്തുന്നു. ദേശീയ അന്തർദേശീയ ടൂറിസം വിപണന പ്രവർത്തനങ്ങൾക്കായി 80 കോടി രൂപ വകയിരുത്തുന്നു. സാർ, സംസ്ഥാനത്തെ അതിഥി മന്ദിരങ്ങൾ, യാത്രീ നിവാസികൾ, കേരള ഹൗസുകൾ എന്നിവയുടെ നവീകരണത്തിനും അതിഥി മന്ദിരങ്ങൾക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുവാനും പൈതൃക അതിഥി മന്ദിരങ്ങൾ പുനരുദ്ധരിക്കാനും 30 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻവർഷത്തെ വിധത്തേക്കാൾ 10 കോടി രൂപ അധികമാണ്. മുസിരിസ് ഹെറിറ്റേജ് ആൻഡ് സ്പൈസ് റൂട്ട്, റിവർ ക്രൂയിസ് ഹെറിറ്റേജ്, സ്പൈസ് റൂട്ട് പ്രോജക്റ്റുകൾ എന്നിവ നടപ്പിലാക്കുന്നതിന് 14 കോടി രൂപ വകയിരുത്തുന്നു.
ടൂറിസം സാധ്യതകളുടെ വികസിപ്പിക്കുന്നതിനായി കൊല്ലത്തൊരു മറീന നിർമ്മിക്കുന്നതിനാണ് ഇതുവഴി അറബിക്കടലിന് അനുബന്ധമായ ആഗോള ടൂറിസം നെറ്റ്വർക്കുമായി കാര്യങ്ങൾ ഇത് ബന്ധിപ്പിക്കാൻ കഴിയും. മറീന നിർമ്മിക്കുന്നതിന് പ്രാഥമിക 5 കോടി രൂപ വകയിരുത്തുന്നു. സർ, ചാമ്പ്യൻസ് ബോട്ട് ലീഗിനായി 8.96 കോടി രൂപ വകയിരുത്തുന്നു. തൃശ്ശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിനായി 6 കോടി രൂപ വകയിരുത്തുന്നു. സർ, കോഴിക്കോട് ജില്ലയിൽ വനംവകുപ്പിന് കീഴിൽ ഒരു പുതിയ ബയോളജിക്കൽ പാർക്ക് സ്ഥാപിക്കുന്നതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. കൊല്ലത്ത് ശാസ്താംകോട്ട ടൂറിസം പദ്ധതിക്കായി 1 കോടി രൂപ വകയിരുത്തുന്നു. സാർ, പരിസ്ഥിതി സൗഹൃദ ടൂറിസത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തെ പൊന്മുടിയിൽ ഒരു റോപ്പ് വേ വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇതിൻ്റെ സാധ്യതാ പഠനത്തിനായി 50 ലക്ഷം രൂപ മാറ്റിവെക്കുന്നു. സാർ, വിനോദസഞ്ചാരികളിൽ വർദ്ധിച്ചു വരുന്ന ട്രെക്കിംഗ് താല്പര്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വനയാത്രാ പദ്ധതിക്ക് 3 കോടി രൂപ അനുവദിക്കും. സാർ, കേരളത്തിൻ്റെ ഡിസൈൻ പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന നിർമ്മാണ കോഡ്, നിർദ്ദിഷ്ട നിർമ്മാണ പാറ്റേൺ, കളർ സ്കീം, സൗന്ദര്യാത്മക രൂപകൽപ്പന എന്നിവ ഉൾപ്പെടുത്തിയുള്ളൊരു മാതൃകാ വിനോദസഞ്ചാര കേന്ദ്രം രൂപീകരിക്കുന്നതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. സാർ, സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങൾക്കും പൊതു സൗകര്യമായ ഒരു നൂതന കമ്പ്യൂട്ടേഷണൽ മോഡലിങ്ങിനും സിമുലേഷനുമായി ഒരു സൂപ്പർ കമ്പ്യൂട്ടിംഗ് കേന്ദ്രം സ്ഥാപിക്കുന്നതിന് 10 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന് കീഴിലുള്ള 7 ഗവേഷണ സ്ഥാപനങ്ങൾക്കായി 64.2 കോടി രൂപ വകയിരുത്തുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിക്ക് 50 കോടി രൂപ വകയിരുത്തുന്നു. സാർ, പൊതുവിദ്യാഭ്യാസം കിഫ്ബിയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 376 സ്കൂളുകളുടെ നിർമ്മാണം ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പൂർത്തീകരിച്ചിട്ടുണ്ട്. 400-ലധികം സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ, 2021 മെയ് മാസത്തിന് ശേഷം സർക്കാർ എയ്ഡഡ് മേഖലയായി 30,564 അധ്യാപക നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട്. സാർ, കൂടാതെ 2,612 അനധ്യാപക നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട്. സാർ, കുടിശ്ശികയായിരുന്ന LSS USS സ്കോളർഷിപ്പ് തുക സംബന്ധിച്ച് മുഴുവൻ വിദ്യാർത്ഥികൾക്കും നൽകി തീർത്തിട്ടുണ്ട്. ഇപ്പോൾ അതിനനുസരിച്ചുള്ള കൂടുതൽ ഫണ്ടും ഈ വർഷത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. സാർ, വിദ്യാകിരണം പദ്ധതി അടക്കം ഉള്ള വിവിധ പദ്ധതികൾ ഈ ഘട്ടത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. സാർ, ഞാനതെല്ലാം പറയുന്നില്ല. സാർ, ബാരിയർ ഫ്രീ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ബാരിയർ ഫ്രീ സ്കൂൾ സൗകര്യത്തിനായിട്ട് 10 കോടി രൂപ വെക്കുന്നുണ്ട്. സാർ, കേരളത്തിലെ അക്കാഡമിക് വിവിധ ഘടകങ്ങൾ ചേർന്ന അക്കാഡമിക് പദ്ധതിക്കായി 37.8 കോടി രൂപ വകയിരുത്തുന്നു. വിദ്യാർത്ഥി കേന്ദ്രീകൃത പദ്ധതിക്കായിട്ട് സ്കൂളിൽ 44 കോടി രൂപ വകയിരുത്തുന്നു. സൗജന്യ സ്കൂൾ യൂണിഫോം പദ്ധതിക്കായി 150.34 കോടി രൂപ വകയിരുത്തുന്നു. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് പരിചരണം നൽകുന്ന സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായി 62 കോടി രൂപ വകയിരുത്തുന്നു. കൈറ്റിൻ്റെ പ്രവർത്തനത്തിനായി 38.5 കോടി രൂപ വകയിരുത്തുന്നു. സാർ, കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ സമഗ്ര ശിക്ഷ അഭിയാനുള്ള ആകെ സംസ്ഥാന വിഹിതം 340 കോടി രൂപയാണ്. ഇതിൽ 55 കോടി രൂപ സംസ്ഥാന പദ്ധതി വിഹിതത്തിൽ നിന്നും ബാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതത്തിൽ നിന്നും കണ്ടെത്തുകയാണ്. സമഗ്ര ശിക്ഷ അഭിയാൻ്റെ പ്രൊജക്ട് ഡയറക്ടറേറ്റ് നടപ്പാക്കുന്ന പ്രവൃത്തികൾക്കായിട്ട് 20.5 കോടി രൂപ വിലയിരുത്തുന്നു. കുട്ടികളുടെ ആഹാര നില മെച്ചപ്പെടുത്തുന്ന ഉച്ചഭക്ഷണ പദ്ധതിക്കായി 402.14 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ കേന്ദ്ര വിഹിതത്തിന് ആനുപാതികമായിട്ടുള്ള സംസ്ഥാന വിഹിതമായിട്ടുള്ള 150 കോടി രൂപയും പാൽമുട്ട ഉൾപ്പെടെയുള്ള അധിക ചെലവുകൾക്കായി 252.14 കോടി രൂപയും വകയിരുത്തുന്നു. സാർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിവിധ പദ്ധതികളുണ്ട്. അതിനകത്ത് എല്ലാ കാര്യവും വായിച്ചതായിട്ട് കരുതും എന്ന് ഞാൻ കരുതുന്നു. സാർ, എല്ലാ സർവകലാശാലകളുടെയും കേരള സർവകലാശാലയുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് 37.2 കോടി രൂപ, കോഴിക്കോട് സർവകലാശാലയ്ക്ക് 33.8 കോടി രൂപ, മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് പദ്ധതി വിഹിതമായി 38.4 കോടി രൂപ, ശങ്കരാചാര്യ സർവകലാശാലയ്ക്ക് 22.05 കോടി രൂപ, കണ്ണൂർ സർവകലാശാലയ്ക്ക് 34 കോടി രൂപ, ലീഗൽ സ്റ്റഡീസ് 12.2 കോടി രൂപ എന്നിങ്ങനെ വിലയിരുത്തുന്നു. സാർ, തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ കെട്ടിട നിർമ്മാണം, വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഹോസ്റ്റൽ നിർമ്മാണം തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങൾക്ക് 11.35 കോടി രൂപ വകയിരുത്തുന്നു.